ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ വിവിധ തരം വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. ശരീരത്തിനകത്ത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള ശാരീരിക വ്യവസ്ഥകള്, ഭൗതിക വ്യവസ്ഥകള്, ഒടുവിൽ ഭൗതികേതര വ്യവസ്ഥകളെ കുറിച്ച് വരെ പറഞ്ഞു. ഈ വ്യവസ്ഥകൾക്കകത്ത് അതിനെ അതായി നിലനിർത്തുന്നത് കുറെ പ്രകൃതി നിയമങ്ങളും പ്രതിഭാസങ്ങളുമാണ്. അവയെ ആണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോ അവയെക്കുറിച്ചുള്ള ഒരു ആമുഖം എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നാച്ചുറൽ ലോസ് ആൻഡ് ഫിനോമിന ക്രിയേറ്റ് ഹെൽത്ത് വെൻ ലൈഫ് ഫ്ലോസ് ഇൻ ബാലൻസ് പ്രൊപ്പോർഷൻ. ജീവന്റെ നിയമങ്ങളും പ്രതിഭാസങ്ങളും. ജീവനുള്ള ശരീരം എന്നത് പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെയും നിയമങ്ങളെയും പിന്തുടരുന്ന സ്വയം ക്രമീകരിക്കപ്പെടുന്ന ഒരു ജൈവ വ്യൂഹമാണ്. ഇവിടെ നിയമങ്ങൾ എന്നത് ജീവന്റെ പ്രവാഹത്തിന് കൃത്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രകൃതിയുടെ നിശ്ചിത ചട്ടങ്ങളാണ്. അതേസമയം പ്രതിഭാസങ്ങൾ ഓരോ വ്യൂഹത്തിനുള്ളിലും ഈ നിയമങ്ങളുടെ നിരീക്ഷിക്കാവുന്ന പ്രകടനങ്ങളാണ്. ജൈവശരീരം വലിയൊരു സമഗ്രതയുടെ കൂടുകൾക്കകത്ത് കൂടുകളായി ഉൾക്കൊള്ളിക്കപ്പെട്ടതിലെ ഒരു പാളിയായതിനാൽ അത് തന്നെ ഉൾക്കൊള്ളുന്ന വലിയ വ്യൂഹത്തിന്റെ ആനുപാതികമായ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ വ്യവസ്ഥാപാളികളിലും കാണപ്പെടുന്ന സമഗ്രവും ആനുപാതികവുമായ ഗുണങ്ങളെ പൊതുവെ ഹോളോൺ അഥവാ സമഗ്രാനുപാതം എന്ന് വിളിക്കാം. ഈ അനുപാതത്തിന്റെ നിശ്ചിതത്വത്തെയാണ് നാം നിയമങ്ങളെന്ന് വിളിക്കുന്നത്. അവയുടെ ദൃശ്യമായ പ്രകടനങ്ങളെ പ്രതിഭാസങ്ങളെന്നും വിളിക്കുന്നു. നിയമങ്ങളും പ്രതിഭാസങ്ങളും വലുതും ഉയർന്ന തരത്തിലുള്ളതുമായ വ്യൂഹങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവ സങ്കീർണമായി കാണപ്പെടുന്നു. എന്നാൽ ചെറുതും താഴ്ന്ന തരത്തിലുള്ളതുമായ വ്യൂഹങ്ങളിൽ അവ ലളിതമായി കാണപ്പെടുന്നു. ഒരു സത്തയിലെ പ്രാദേശിക ബോധം കൂടുതൽ വ്യൂഹങ്ങളെയും നിയമങ്ങളെയും പ്രതിഭാസങ്ങളെയും സംയോജിപ്പിക്കുമ്പോൾ അവിടുത്തെ സങ്കീർണത വർദ്ധിക്കുന്നുവെങ്കിലും മികച്ച സന്തുലിതാവസ്ഥയും കാര്യക്ഷമതയും സുസ്ഥിരതയും സൃഷ്ടിക്കുന്നു. ഈ സംയോജിത ഐക്യത്തെ ഒരു ജൈവ ശരീരത്തിന്റെ ആരോഗ്യമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ ആരോഗ്യത്തിന്റെ അടിത്തറയായി മാറുന്ന പ്രധാന പ്രതിഭാസങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് നമുക്ക് പര്യവേഷണം ചെയ്യാം. അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം. ഞാനത് എഴുതിയത് ഇംഗ്ലീഷിലാണ്. അത് അതിന്റെ സമ്പൂർണമായ സൗന്ദര്യത്തിൽ തന്നെ വന്നതുകൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് പൊന്നിക്ക് അയച്ചു കൊടുത്തത് ഇംഗ്ലീഷിൽ തന്നെയാണ്. എന്നിട്ടത് നോക്കാൻ പറഞ്ഞു. അത് അതിന്റെ പൂർണ്ണാർത്ഥത്തിലാണ്. എനിക്കറിയാമായിരുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് വികലമാവുന്നു. ആ വൈകല്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി കുറവ് ഇവിടെ കാണുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് അതിലൂടെ ഒന്ന് കടക്കാം. എന്താണെങ്കിലും പോസ്റ്റ് ചെയ്തതിൽ ആ ഇംഗ്ലീഷിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്, അത് കാണുക. അപ്പോ ജീവന്റെ നിയമങ്ങൾ. ജീവന് കുറെ നിയമങ്ങളുണ്ട്, പ്രതിഭാസങ്ങളുണ്ട്. ഈ ജീവനുള്ള ശരീരം എന്നത് പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെയും നിയമങ്ങളെയും പിന്തുടരുന്ന സ്വയം ക്രമീകരിക്കപ്പെടുന്ന ഒരു ജൈവ വ്യൂഹമാണ്. നമ്മളിവിടെ മനുഷ്യന്റെ ശരീരത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി അത് അല്പം മാറ്റി ഒരു മൃഗത്തിന്റെ ശരീരമെന്നോ ഒരു സസ്യത്തിന്റെ ശരീരമെന്നോ ഒരു ജന്തുവിന്റെ ശരീരമെന്നോ ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെയുള്ള ശരീരം പ്രപഞ്ചത്തിന്റെ അകത്താണ് ഇരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ പ്രപഞ്ചം എന്ന വ്യൂഹത്തിന്റെ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെയും നിയമങ്ങളെയും പിന്തുടരുന്നു. പ്രപഞ്ചത്തിന്റെ, അതായത് ഉപരിവ്യവസ്ഥയായ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളെയും നിയമങ്ങളെയും പിന്തുടരുന്ന സ്വയം ക്രമീകരിക്കപ്പെടുന്ന ഒരു ജൈവവ്യൂഹമാണ് ഈ ശരീരം. ഇവിടെ നിയമങ്ങൾ എന്നത് ജീവന്റെ പ്രവാഹത്തിന് കൃത്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രകൃതിയുടെ നിശ്ചിത ചട്ടങ്ങളാണ്. ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രവർത്തന സംവിധാനമാണ്, സ്വയം സംഘാടകത്വമാണ് എന്നെല്ലാം നമ്മൾ പലതരത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. ആ ജീവൻ ഒരു പ്രവാഹമാണ്.
ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെയല്ല മരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതിനിടയിലുള്ള കാലത്ത് കൂടിയും കുറഞ്ഞും ഒക്കെ പല നിയമങ്ങളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്, പലതരത്തിൽ അത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഈ ജീവന്റെ പ്രവാഹമുണ്ടല്ലോ, ആ പ്രവാഹത്തിന് കൃത്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന, കൃത്യമായ സാഹചര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെയിൽവേ ട്രാക്ക് എടുക്കുക. റെയിൽവേ ട്രാക്കിന്റെ ആ ട്രാക്കുകൾ ഒരേ അകലത്തിൽ ഈ അറ്റം മുതൽ അറ്റം വരെ കൊണ്ടുപോകുന്നതാണ്. അതിനെയാണ് ചട്ടം, ചട്ടക്കൂട്, ചട്ടം എന്ന് പറയുക അല്ലെ. നമ്മളിപ്പോ ഈ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടം ഉപയോഗിക്കാറുണ്ട്. ആ ചട്ടത്തിന്റെ പ്രത്യേകത വെച്ചാൽ അതിലേക്ക് ചെന്ന് വീഴുന്ന മണ്ണ് ആ ചട്ടത്തിന് ഒതുങ്ങിയേ നിൽക്കുള്ളൂ, അതിന്റെ വെളിയിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ അത് മോൾഡ് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് മാത്രമേ പോവുള്ളൂ. ഒരു റെയിൽപാളത്തിന്റെ വീതി പെട്ടെന്ന് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലൂടെ പോകുന്ന വണ്ടി അവിടെ കിടക്കും, മുന്നോട്ട് പോകില്ല. അപ്പോൾ അത് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് പോകുന്ന നിശ്ചിതമായ ചട്ടം എന്ന രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോ ജീവന്റെ പ്രവാഹത്തിന്, ഈ ട്രെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവന്റെ പ്രവാഹത്തിന് ഒരുക്കുന്ന നിശ്ചിത ചട്ടങ്ങളെയാണ്, ആ നിശ്ചിതത്വത്തെയാണ് നമ്മൾ നിയമങ്ങൾ എന്ന് പറയുന്നത്. നിയതമായത്, നിയതം, നിശ്ചിതം, അതിനെയാണ് നമ്മൾ നിയമങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം പ്രതിഭാസം എന്ന് പറയുന്നത് ഓരോ വ്യൂഹത്തിനുള്ളിലും ഈ നിയമങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. നിയമം എന്ന് പറയുന്നത് ചട്ടമാണ്. ഈ ചട്ടം അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ അപ്ലൈ ചെയ്യപ്പെട്ട നിയമങ്ങളുടെ പ്രദർശനമാണ്, പ്രകടനമാണ് ഈ പ്രതിഭാസം എന്ന് പറയുന്നത്. പ്രതി ഓരോന്നിലും, ഭാസം തെളിഞ്ഞു കാണുന്നത്, ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത്. അപ്പോ ഈ നിയതമായ ചട്ടങ്ങൾക്കകത്ത് യാത്ര ചെയ്യണമെന്ന നിഷ്കർഷയാണ്, നിശ്ചയമാണ്, ആ ചട്ടമാണ് നിയമം. ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് എവിടെ പ്രകടമാകുന്നു, അത് പ്രതിഭാസമാണ്. ഈ ജൈവശരീരം എന്ന് പറയുന്നത് നമുക്കറിയാം, സമഗ്രതയുടെ ഒരു സംവിധാനത്തിനകത്ത്, ഈ ഏകീകൃത സംവിധാനത്തിനകത്ത് കൂടുകൾക്കകത്ത് കൂടുകളായി ഉൾക്കൊള്ളിക്കപ്പെട്ടത്. ഞാൻ അതിനെ ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എൻകാപ്സുലേറ്റഡ് എന്ന് പറയും. ക്യാപ്സൂൾ കണ്ടിട്ടില്ലേ? ക്യാപ്സൂളിന്റെ ആ ഒരു അടപ്പ്, അതിനകത്ത് കുറെ മരുന്നൊക്കെ ഇട്ടിട്ട്, അങ്ങനെ ക്യാപ്സൂള് പോലെ ഉള്ളടക്കം ചെയ്യപ്പെട്ടത്. അങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി ഉൾക്കൊള്ളിക്കപ്പെട്ടതിലെ ഒരു പാളിയാണ് ഈ ജൈവശരീരം എന്ന് പറയുന്നത്. എന്തിന്റെ ഭാഗമാണ്? ആ വലിയ സമഗ്രതയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ സമഗ്രതയുടെ ഗുണങ്ങൾ ഈ ചെറിയ സമഗ്രമായ ഈ സത്തയ്ക്ക് ഉണ്ടായിരിക്കും. ഞാനെന്നുള്ള ശരീരം വലിയ വ്യവസ്ഥയുടെ, പ്രപഞ്ച വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഭൗമ വ്യവസ്ഥയുടെ, എന്നെക്കാളും ഉപരിയായിട്ടുള്ള വ്യവസ്ഥയുടെ അകത്ത് കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന രൂപത്തിൽ എൻകാപ്സുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിലെ ഒരു പാളിയാണ് ഞാനെന്ന് പറയുന്നത്. എനിക്ക് അകത്തും കുറെ പാളികളുണ്ട്. അപ്പോ ഞാനെന്ന പാളി ഈ വലിയ പാളിയുടെ ഭാഗമായിരിക്കുന്നതിനാൽ അത് എന്നെ ഉൾക്കൊള്ളുന്ന വലിയ വ്യൂഹത്തിന്റെ ആനുപാതിക ഗുണങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. എന്താ ഈ ആനുപാതിക ഗുണം? അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. പ്രപഞ്ചത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണം എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ അട്രിബ്യൂട്ട്സ് എന്ന് പറയാം. പലതരം അട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിന് ശരീരമുണ്ട്, അതിന് ഒരു സംഘാടകത്വമുണ്ട്, അതിന് ഒരു ധർമ്മ സംവിധാനമുണ്ട്, അതിനൊരു അനുരൂപണ സംവിധാനമുണ്ട്, അതിന് അതിന്റെ ചലന പ്രേരണകളുണ്ട്, അതിന് സ്ഥലമുണ്ട്, കാലമുണ്ട്, രൂപമുണ്ട്, ഭാവമുണ്ട്, ഭവമുണ്ട്, പല തരം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പ്രൈമറി ആയിട്ടുള്ളതാണ്. ഇതിന്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന് ആനുപാതികമായി, ആനുപാതികം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, റേഷ്യോ എന്നുള്ള അർത്ഥത്തിലല്ല, പ്രപ്പോർഷണൽ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. അതിന് പ്രപ്പോർഷണൽ ആയിട്ട് ആ അനുപാതങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആ അനുപാതത്തിന് അനുസരിച്ച് പ്രപ്പോർഷണലായിട്ട് ഇവിടെ കുറെ നിയമങ്ങളും പ്രതിഭാസങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ ഗുണങ്ങളുടെ അനുപാതത്തിൽ ചെറിയ അളവിൽ ഇവിടെയുണ്ട്. അത് തന്നെ ഇവിടെ അതിന് ആനുപാതികമാണ് എന്ന് പറയുന്നത് അതിനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഓരോ വ്യവസ്ഥാ പാളികളിലും കാണപ്പെടുന്ന സമഗ്രവും ആനുപാതികമായ ഗുണങ്ങളെ പൊതുവെ ഹോളോൺ അഥവാ സമഗ്രാനുപാതം എന്നാണ് പറയുക.
സമഗ്രമായി നിൽക്കുന്ന സംവിധാനത്തിന്റെ അനുപാതമായി ചെറിയ ഇടങ്ങളിൽ കാണുന്ന സമഗ്രത, സമഗ്രതയുടെ ആനുപാതികമായ ചെറിയ രൂപം, ഇതിനെയാണ് ഹോളോൺ എന്ന് പറയുക. അപ്പോ വലിയ വ്യവസ്ഥയിൽ കാണുന്നതെന്തോ അത് തന്നെ ചെറിയ വ്യവസ്ഥയിലും കാണാം. വലിയ അളവിലല്ല, ഇത് ചെറിയ അളവിലാണ് ഈ വ്യത്യാസം. അതിനെയാണ് ഹോളോൺ എന്ന് പറയുക, സമഗ്രാനുപാതം എന്ന് പറയുക. ഈ അനുപാതത്തിന് ഒരു സെർട്ടൈൻ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അതിൽ കൂടുതലാവില്ല, അതിൽ കുറവാവില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിനെയാണ് നേരത്തെ നമ്മൾ ചട്ടം എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് ആ ഹോളോണിന്റെ ഈ അനുപാതത്തിന്റെ നിശ്ചിതത്വത്തെ, ആ ചട്ടത്തെയാണ് നമ്മൾ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഹോളോണിന്റെ നിശ്ചിതത്വമാണ് ഇവിടെ നിയമമായിട്ട് വരുന്നത്. അതിന്റെ ദൃശ്യമായ പ്രകടനങ്ങളെ നമ്മൾ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ വലുതും, ഒരു മിനിറ്റ്, അവയുടെ ദൃശ്യമായ പ്രകടനങ്ങളെ പ്രതിഭാസങ്ങൾ എന്ന് വിളിക്കുന്നു. നിയമങ്ങളും പ്രതിഭാസങ്ങളും വലുതും ഉയർന്ന തലത്തിലുള്ളതുമായ വ്യൂഹങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവ സങ്കീർണമായി കാണപ്പെടുന്നു. ഈ ഹോളോൺ എന്ന് പറയുന്നല്ലോ, എന്താണ് ഹോളോൺ? ഈ നിയമങ്ങളും പ്രതിഭാസങ്ങളുമാണ്. അതിലുള്ളത് ഇവിടെ കാണാം എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ളതുണ്ടല്ലോ, അത് വലിയ വ്യവസ്ഥയിൽ ഉയർന്ന വ്യവസ്ഥകളിലേക്ക് പോകുമ്പോൾ ഈ നിയമങ്ങൾ വളരെ സങ്കീർണമാണ്, പ്രതിഭാസങ്ങൾ വളരെ സങ്കീർണം, നമുക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്രയും സങ്കീർണമാണ്. എന്നാൽ ചെറിയ വ്യവസ്ഥകളിലാകുമ്പോൾ, താഴ്ന്ന തലത്തിലാകുന്ന സമയത്ത് അത് ലളിതമായിട്ടാണ് ഉണ്ടാവുക. അത് പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ വലിയ വ്യവസ്ഥകളിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കും, ചെറിയ വ്യവസ്ഥകളിൽ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്നു. രണ്ടും കാര്യം ഒന്ന് തന്നെ, ഒരേപോലെ തന്നെ. പക്ഷേ ഈ പ്രാദേശിക ബോധമാണല്ലോ ഇപ്പൊ എന്റെ ശരീരത്തെ ഉരുവാക്കുന്നത്. എന്റെ പ്രാദേശികം, ഞാൻ നിൽക്കുന്ന ഇടം, ആകാശം അല്ലെങ്കിൽ സ്പേസ് എന്നുള്ളതിനകത്ത് അവിടെ നടപ്പിലാക്കേണ്ടുന്ന ധർമ്മത്തിനനുസരിച്ച് ആണ് എന്റെ ശരീരം ഉരുവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രാദേശികമായ ബോധമുണ്ട്. പരമമായ ബോധം അവിടെ നിൽക്കുന്നു, ഇവിടെ പ്രാദേശികമായ ബോധം, അതിന്റെ ഭാഗം തന്നെ ഇത്, അതിന്റെ ഒരു പ്രദേശം, അതിന് ആനുപാതികമായി ചെറുത്, അതാണ് ഇവിടെ ഉള്ളത്. ഈ പ്രാദേശിക ബോധം കൂടുതൽ വ്യൂഹങ്ങളെയും ഇതിനകത്തുള്ള കുറെ വ്യൂഹങ്ങളെയും ചേർത്ത് കൂടുതൽ നിയമങ്ങളെയും പ്രതിഭാസങ്ങളെയും സംയോജിപ്പിക്കും. ജീവനുള്ള വ്യവസ്ഥയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരുപാട് സങ്കീർണമായ കാര്യങ്ങളെ ഒരുമിപ്പിക്കും. അങ്ങനെ സംയോജിപ്പിക്കുമ്പോൾ അവിടെ സങ്കീർണത എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരിക്കും കൂടുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, വലിയ വ്യവസ്ഥകളിൽ വലിയ സങ്കീർണത, ചെറിയ വ്യവസ്ഥകളിൽ ചെറിയ സങ്കീർണത. ഇവിടെ ഈ ചെറിയൊരു വ്യവസ്ഥയിൽ തന്നെ പ്രാദേശിക ബോധം ഇവിടെ ഉള്ള ഇതിനകത്തുള്ള ഒരുപാട് വ്യൂഹങ്ങളെ ഒരുമിപ്പിക്കുന്നു. അതുപോലെ തന്നെ അകത്തുള്ള ഒരുപാട് നിയമങ്ങളെ ഒരുമിപ്പിക്കുന്നു, അകത്തുള്ള ഒരുപാട് പ്രതിഭാസങ്ങളെ ഒരുമിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ സങ്കീർണത കൂടേണ്ടതാണ്. പക്ഷേ മികച്ച സന്തുലിതാവസ്ഥയും കാര്യക്ഷമതയും സുസ്ഥിരതയും അതുവഴി സൃഷ്ടിക്കും. പുതിയ കാറുകൾ എടുക്കുക, ചെറിയ കേട് വന്നു കഴിഞ്ഞാൽ സാധാരണ മെക്കാനിക്കൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയേറെ കോംപ്ലക്സ് ആയിരിക്കും അത്. പക്ഷെ അത് നൽകുന്ന കംഫേർട്ട് എന്ന് പറയുന്നത് വളരെ സുഗമമായി, വളരെ സുഖകരമായി. അതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സംവിധാനം, വലിയ സംവിധാനം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് അത്രത്തോളം കോംപ്ലക്സ് അല്ല, ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇവിടെ തന്നെ ഇത് പ്രാദേശിക ബോധം ഇത്രയേറെ വ്യൂഹങ്ങളെയും ഇത്രയേറെ അവയവ വ്യൂഹങ്ങളെയും ഇത്രയേറെ നിയമങ്ങളെയും പ്രതിഭാസങ്ങളെയും ഒരുമിപ്പിക്കുന്ന സമയത്ത് ഇതിന് സങ്കീർണത ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ ആ സങ്കീർണത നമ്മുടെ സന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു, കാര്യക്ഷമതയ്ക്ക് കാരണമാകുന്നു, സുസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സങ്കീർണം എന്നല്ല വിളിക്കുക, നമ്മൾ ഇതിനെ വിളിക്കുന്നത് ബഹുക്രമത എന്നാണ്, കോംപ്ലക്സിറ്റി എന്നാണ് പറയുക. അപ്പോ അങ്ങനെ കോംപ്ലക്സ് ആയി, സുഗമമായി, ബാലൻസ്ഡ് ആയി, കാര്യക്ഷമമായി, സസ്റ്റൈനബിൾ ആയിട്ട് പോകുന്ന ഈ സംയോജിത ഐക്യമുണ്ടല്ലോ, ഈ ഏകീകൃത ഭാവമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഒരു ജൈവ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അതായത് ഈ കോംപ്ലക്സ് സിസ്റ്റമാണ്, കോംപ്ലക്സ് ആണ്. ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് വ്യൂഹങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട്, ഒരുപാട് നിയമങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട്, ഒരുപാട് പ്രതിഭാസങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, എങ്കിലും അത് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുക്രമം, പല ക്രമങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേരുന്നത്. അത് നമ്മളെ എത്തിക്കുന്നത് എവിടേക്കാണ്? അത് സന്തുലിതാവസ്ഥയിലേക്ക്, ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക്, എഫിഷ്യൻസിയിലേക്ക്, സസ്റ്റൈനബിലിറ്റിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്.
അപ്പൊ ഇതൊരു ഒരു വല്ലാത്തൊരു തരം, ഈ ഹോളോൺ, ഇവിടെ കാണുന്ന ഈ ഹോളോ എന്ന് പറയുന്നത് വല്ലാത്തൊരു തരം സമഗ്രതയാണ്. ആ സംയോജിത ഐക്യം, ആ സമഗ്രമായ അവസ്ഥയാണ് നമ്മൾ ജൈവ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഇതിന് ഒപ്റ്റിമം ലെവലാണ് ഉണ്ടാവുക, ഏറ്റവും നന്നായിട്ട് പീക്ക് ലെവലിൽ പെർഫോം ചെയ്യുന്നത്. അതിന് താറുമാറ് ആവുന്ന സമയത്ത് പല പല അപകടങ്ങളും അപജയങ്ങളും ഉണ്ടാകും. അതിനെ വീണ്ടെടുക്കാനുള്ള ശേഷിയും ആരോഗ്യത്തിനുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ആരോഗ്യം എന്ന് പറയുന്നതിൽ അതിന് അടിത്തറയായി മാറുന്ന വ്യൂഹങ്ങളെ നമ്മൾ സംസാരിച്ചു. ആരോഗ്യത്തിന് അടിത്തറയാകുന്ന വ്യൂഹങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ നാളുകളായി സംസാരിച്ചു. ഇനി ആരോഗ്യത്തിന് അടിത്തറയായി മാറുന്ന പ്രധാന നിയമങ്ങളും പ്രതിഭാസങ്ങളും എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോ മനസ്സിലാക്കുക, നിയമം എന്ന് പറയുന്നത് നിയതമായ ചട്ടങ്ങളാണ്. ആ ചട്ടങ്ങൾ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്, പ്രകടനമാണ് പ്രതിഭാസം എന്ന് പറയുന്നത്. അപ്പോൾ ജീവശരീരം എന്ന് പറയുന്നത് ഒട്ടേറെ പ്രതിഭാസങ്ങളും നിയമങ്ങളും അടങ്ങിയതാണ്. അത് ഉയർന്ന വ്യവസ്ഥയുടെ അതേ രീതിയിലാണ് പ്രവർത്തിക്കുക. ഉയർന്ന വ്യവസ്ഥയിൽ എന്ത് പ്രവർത്തനമാണോ ഉള്ളത് അതിന്റെ സമഗ്രാനുപാതമാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ആ സമഗ്രാനുപാതത്തിലാണ് ഇത് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിന് ഹോളോർ എന്ന് പറയും. അപ്പൊ ഈ അനുപാതത്തെ നമ്മൾ മനസ്സിലാക്കാൻ, അത് പറഞ്ഞത് എന്തിനാണെന്ന് കൂടെ മനസ്സിലാക്കുക. സമഗ്രാനുപാതം ലോക്കലി ഉള്ള അവസ്ഥയിൽ അത് സമഗ്രാനുപാതം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലാർജർ സ്കെയിലാണ് നമ്മുടെ വെളിയിലുള്ളത്. ലോവർ സ്കെയിലാണ് നമ്മുടെ വെരി ലോവർ സ്കെയിലാണ് നമ്മുടെ കോശങ്ങളിലുള്ളത്. അപ്പൊ കോശങ്ങളെ മനസ്സിലാക്കാനും അവയവങ്ങളെ മനസ്സിലാക്കാനും ശരീരത്തെ മനസ്സിലാക്കാനും നമുക്ക് വെളിയിൽ കാണുന്ന സംവിധാനത്തെ നോക്കിയാൽ മതി. വെളിയിൽ കാണുന്ന സംവിധാനത്തെ നോക്കി കഴിഞ്ഞാൽ അത് തന്നെ അകത്തും കാണാം. അപ്പോ ഈ നമുക്ക് എത്രത്തോളം വ്യവസ്ഥകളെ അറിയുമോ അത് വെച്ചിട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന അതിലും സങ്കീർണമായ, ഇപ്പൊ പ്രപഞ്ചത്തെ കുറിച്ച് പറയാം, എന്റെ ശരീരം വെച്ചിട്ട് പ്രപഞ്ചം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് 100% ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ വളരെ കോംപ്ലക്സ് ആണെന്ന് പറയുക. ഞാൻ ഈ പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് എന്റെ കോശവും പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ അതിലെ അഭാഗങ്ങൾ ഒഴിവാക്കാനാണ് അത് വളരെ ലൈറ്റ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം ഒരുപോലെ തന്നെയാണ് പ്രവർത്തിക്കുക. അപ്പൊ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുക. നമ്മൾ മാനങ്ങളെ കുറിച്ച് പറഞ്ഞതെല്ലാം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് ഒരു മാനത്തിലുള്ളവർക്ക് കുറച്ച് മനസ്സിലാവും, രണ്ടാം മാനത്തിലുള്ളവർക്ക് കുറെ കൂടെ വൈഡായിട്ട് മനസ്സിലാവും, അപ്പുറത്തും ഇപ്പുറത്തും പോകാനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിൽ തെളിയും. തേർഡ് ഡയമെൻഷനിലുള്ളവർക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോകാനുള്ള സാധ്യത അല്ലാതെ മുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാധ്യത തെളിയും. ഒരു മാനത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ശരിയെന്ന് തോന്നുന്നു, അടുത്ത മാനത്തിൽ ചിന്തിക്കുന്നവർക്ക് തെറ്റെന്ന്, അല്ല, ഒരു മാനത്തിൽ ചിന്തിക്കുന്നവർക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം അടുത്ത മാനത്തിലുള്ളവർക്ക് അത് തെറ്റായിട്ടേ തോന്നില്ല. ഇങ്ങനെയുള്ള കുറേയേറെ വശങ്ങളുണ്ട്. ഇതിനെല്ലാം സമഗ്രമായി മനസ്സിലാക്കാനാണ് ഈ സമഗ്രാനുപാതത്തെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് വേണം പ്രകൃതി നിയമങ്ങളെയും പ്രതിഭാസങ്ങളെയും മനസ്സിലാക്കാൻ. അത്രയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ശരീരത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറെ എളുപ്പമായിട്ട് മനസ്സിലാവും. ആരോഗ്യത്തിന് ഈ സമഗ്രാനുപാതം കൃത്യമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ടത്. ആ അനുപാതം സൂക്ഷിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനിയുള്ള നമ്മുടെ അന്വേഷണം. ഈ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അതിലൂടെ യാത്ര ചെയ്യും. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.